ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് എക്സാമിന് വേണ്ടി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അറൗണ്ട് 44 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 വീഡിയോകളിലായിട്ട് ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് 31st ക്വസ്റ്റ്യൻ. ഓർക്കുക, അതിൽ ട്രാൻസ്ഫോർമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ആ ഏരിയയിൽ. നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 31. An inductance L having a resistance R is connected to an alternating source of angular frequency omega. The quality factor Q of the inductance is, ഓർക്കുക, the quality factor എന്ന് പറയുന്നത് the potential across the inductance or the potential across the capacitor by that potential drop across the resistance. നമുക്കറിയാം ഐ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഐ ഇൻറ്റു ഇൻഡക്ടർ എന്നുള്ള സെൻസിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് ഒമേഗ എൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ ഡിവിഷൻ ബൈ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റൻസ്. സോ സിംപ്ലി വി കെയർ ആസ് ഒമേഗ എൽ ഡിവിഷൻ ബൈ ആർ. ഒമേഗ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർക്കുക, പല അവസരങ്ങളിലും ഈ ഒരു ഫോർമാറ്റിലും ആൻസർ വന്നിട്ടുണ്ട്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഡി എസ് ദി ആൻസർ. We can move with the question number 32. In an experiment, 200 volt AC is applied to the ends of an LCR circuit. The circuit consists of an inductive reactance that XL as 50 ohm and capacitive reactance as XC as again 50 ohm. And ohmic resistance R take the value as 10 ohm. The impedance of the circuit is, ഇംപിഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ദ നോർമൽ കേസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് എല്ലും എക്സ് സിയും ഈക്വലായി മാറിയത് കൊണ്ട് തന്നെ ഒരു പ്യുവർ റെസിസ്റ്റീവ് നെറ്റ്വർക്കായിട്ട് എൽ സി ആർ മാറുകയാണ്. റെസൊണൻസ് ആണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമുക്ക് ക്ലിയറായി. അതുകൊണ്ട് ഫോർ 32 വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് എ ആസ് ദി ചോയ്സ്. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 33. An LCR circuit is connected to a source of alternating current. At resonance, the applied voltage and the current flowing through the circuit will have a phase difference of. നമ്മളുടെ ഫേസർ ഡയഗ്രാം ഓർക്കുക. ആ സമയത്ത് സാധാരണ രൂപത്തിൽ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് എലോങ് ദി എക്സ് ആക്സിസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റൻസ് എക്സ് ആക്സിസിൽ അവർ തമ്മിൽ ഫേസ് 0 ഇനി പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്റ്റൻസും പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റൻസും ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ എക്സ് എൽ എന്ന് പറയുന്നത് എക്സ് സി ആയി മാറുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ അക്രോസ് ദ എല്ലും പൊട്ടൻഷ്യൽ അക്രോസ് ദ സിയും സെയിം ആയതുകൊണ്ട് അവ ക്യാൻസലായിട്ട് പോകുന്നത് കൊണ്ട് ആ എൽ സി ആർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് പൊട്ടൻഷ്യൽ അത് കറണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോർ 33 വി ക്യാൻ ടേക്ക് ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. ദ 34th, ദ ടൈം കോൺസ്റ്റൻറ്റ് ഫോർ ആർ സി നെറ്റ്വർക്ക്. ഒരു കപ്പാസിറ്ററിലുള്ള ഗ്രോത്ത് ഓഫ് കറണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വി നോ Q ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ സിയ. There, that RC circuit, the time constant is nothing but equal to C into R. So this is the concept. So the time constant നമുക്ക് third option ആയിട്ട് consider ചെയ്യാം. We can go with the questions regarding transformers. നോക്കൂ, 35th question. A transformer has efficiency of 90%, is working on 200 volt and 3 kilovolt power supply. If the current in the secondary coil is 6 ampere, the voltage across the secondary and the current in the primary coil is. So നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പ്രൈമറി ആയിട്ടുള്ള പൊട്ടൻഷ്യലും അവിടുത്തെ പവറും നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ അക്രോസ് ദ പ്രൈമറി ഇൻറ്റു
കറണ്ട് എന്ന് പറയുന്നത് പവർ ഓഫ് ദ പ്രൈമറി എന്ന് നമുക്ക് പറയാം. അത് 3 കിലോ വാട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.9 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഔട്ട്പുട്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ ഇൻറ്റു ഔട്ട്പുട്ട് കറണ്ട് ഡിവിഷൻ ബൈ പ്രൈമറി പവറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ സെക്കൻഡറി കറണ്ട് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് പൊട്ടൻഷ്യൽ അക്രോസ് ദ സെക്കൻഡറി എന്ന് പറയുന്നത് 0.9 ഇൻറ്റു പവർ ഇൻ ദ പ്രൈമറി ഡിവിഷൻ ബൈ ദാറ്റ് കറണ്ട് ഇൻ ദ സെക്കൻഡറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 ഇൻറ്റു ദ പവർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3 ഡിവിഷൻ ബൈ ദാറ്റ് കറണ്ട് എന്ന് പറയുന്നത് 6 ആംപിയർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 ഇൻറ്റു that is 3, it becomes so 1 by 2, that much into 10 cube. On solving we get the value as 450 volt. So 450 ആണ് potential corresponding current as that we know. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി കോയിലിലെ പൊട്ടൻഷ്യൽ ആൻഡ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി. അപ്പോൾ കറണ്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? അപ്പോൾ വി പി ഐ പി ആണ് 3 കിലോ വാട്ട് എങ്കിൽ കറണ്ട് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് ദാറ്റ് 3000 ഡിവിഷൻ ബൈ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ പ്രൈമറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 200. സോ ദാറ്റ് 30 by 2 as 15 ampere. So we get the choice as the second one. We can move with the question number 36. A good question is waiting. The primary of a transformer when connected to a DC battery of 10 volt draws a current of 1 milliampere. The number of turns of the primary and the secondary windings are 50 and 100 respectively. The voltage in the secondary and the current drawn by the circuit in the secondary are respectively. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വേരിയബിളായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ പ്രൈമറിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 വോൾട്ട് ഡി സി ആണ്. അതുകൊണ്ട് തന്നെ അവൻ മാക്സിമം കറണ്ട് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവനിൽ നിന്ന് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നടക്കില്ല. സോ we can take that fourth option as the answer. We can move with the question number 37. A 220 volt input is supplied to a transformer. The output circuit draws a current of 2 ampere at 440 volts. If the efficiency of the transformer is 80%, the current drawn by the primary windings of the transformer is. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 80% എന്ന് പറയുമ്പോൾ 80/100.8 ആയിട്ട് നമുക്ക് എഴുതാം. സോ അത് സെക്കൻഡറിയുടെ പൊട്ടൻഷ്യൽ കറണ്ട് ഇൻ ദ സെക്കൻഡറി ബൈ ഇൻ ദ പ്രൈമറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ പി ആണ്. സോ ഐ പി എന്ന് പറയുന്നത് വി എസ് ഐ എസ് ഡിവിഷൻ ബൈ വി പി ഇൻറ്റു ദാറ്റ് എഫിഷ്യൻസി ആസ് 0.8. എന്താണ് ഇവിടെ വി എസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്? സെക്കൻഡറിയിലെ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 440യും അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. പൊട്ടൻഷ്യൽ ഇൻപുട്ടായിട്ട് നമുക്ക് 220യും ദാറ്റ് എഫിഷ്യൻസി ഓൾറെഡി യു നോ ആസ് ഇറ്റ് ഈസ് 0.8. സോ ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് 4 into 2 into 2 that is equal to 4. So 4 division by 0.8, that is 40/8, and we get the answer as 5 ampere. That means that the fourth option is the answer. We can move with the question number 38. The primary and the secondary coil of a transformer that have, so NPS is equal to 50 and N secondary that is equal to 1500 turns respectively. If the magnetic flux linked with the primary coil that is given as phi is equal to 50 plus 40, where phi is in Webers and t is time in seconds and 50 is a constant. അപ്പോൾ പ്രൈമറിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നതാണ് ഈ ഫൈ എന്ന് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓഫ് ഡി ഫൈ ബൈ ഡി ടി അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് 4 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി ആണ്. ഈ ഒരു ട്രാൻസ്ഫോമർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, വി ഇ പി ഡിവിഷൻ ബൈ വി എസ് എന്ന് പറയുന്നത് എൻ പി ഡിവിഷൻ ബൈ എൻ എസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് ദ സെക്കൻഡറി എന്ന് പറയുന്നത് വി പി ഇൻറ്റു ദാറ്റ് എൻ എസ് ഡിവിഷൻ ബൈ എൻ ബി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി പി എന്ന് പറയുന്നത് 4 ഇൻറ്റു എൻ എസ് ഇസ് ഈക്വൽ ടു 1500 ദാറ്റ് ഡിവിഷൻ ബൈ 50. So that is equal to 5, it becomes a 3, so 120 volt, that is the answer. So first option is the answer. We can move with the question number 39. A transformer is used to light a 100 watt and 110 volt lamp from a 220 volt mains. If the main current is 0.5 ampere, then what is the efficiency of the transformer? എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പവർ, ഇവിടെ ഔട്ട്പുട്ടായിട്ട് ഗ്ലോ ചെയ്യിപ്പിക്കേണ്ട 100 വാട്ട് ബൾബ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ടായിട്ടുള്ള ലാമ്പിൻ്റെ ഇൻപുട്ടായിട്ട് സപ്ലൈ ചെയ്യുന്നത് 220 ആണ്. അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് 0.5 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആസ് 100 ഡിവിഷൻ ബൈ എസ് 1/2, ഇറ്റ് ബിക്കംസ് 110. So that much into 100%, so that is the efficiency. So you get the value as is equal to 90.9%. So we can take the second option as the answer. Look the question number 40. The core of a transformer is laminated because നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമർ ലാമിനേഷൻ സംഭവിച്ചില്ല എങ്കിൽ ആ അയണിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പ്രസൻസ് വേരിയേഷൻ ഉള്ളതായി മാറുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ക്ലോസ്ഡ് കറണ്ടിനെയാണ് നമ്മൾ എഡി കറണ്ടായിട്ട് പറയുന്നത്. ലോസസ് അവിടെ ഉണ്ടാകുന്നു, അത് ഒഴിവാക്കാനാണ് അതിനെ ലാമിനേറ്റ് ചെയ്യപ്പെടുന്നത്. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 41. A transistor oscillator using a resonant circuit with an inductor L of negligible resistance and a capacitor C in series produce oscillations of the frequency F. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എൽ സി, ദാറ്റ് ഈസ് 2π എഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/√LC. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വി ക്യാൻ സേ ആസ് 1/2π into √LC. If L is doubled and C is changed to 4C, the frequency will be. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് എഫ് ഡാഷ് എന്ന് പറയുന്നത് 1/2π into √that L dash C dash ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π into √that L dash. L dash എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ആയിട്ട് മാറുകയാണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4C ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π into √8LC. So 1/, that √8 into 2π√LC. So that is nothing but is equal to F. So F/√8 നമുക്ക് 2√2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So we get the answer as is equal to second one. We can move with the question number 42. A step-up transformer operates on a 230 volt line and supplies a load of 2 ampere. The ratio of the primary and secondary windings is 1:25. The current in the primary is. So അവിടെ സെക്കൻഡറിയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയറും പ്രൈമറി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 230 വോൾട്ടുമായിട്ടാണ് നമുക്ക് തന്നിരിക്കുക. സോ വി നോ ദാറ്റ് റേഷ്യോ ഓഫ് ദാറ്റ് വൈൻഡിങ്സ് NP/NS എന്ന് പറയുന്നത് 1/25 ആണ്. വി നോ ദ കൺസെപ്റ്റ് ആസ് NP/NS എന്ന് പറയുന്നത് കറണ്ടിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ നമുക്കറിയാം IS/IP ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൈമറി കറണ്ടാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു IS ഇൻറ്റു ദാറ്റ് NS ഡിവിഷൻ ബൈ NP. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് IS 2 ഇൻറ്റു ദാറ്റ് NS/NP. NS എന്ന് പറയുന്നത് ഇവിടെ 25/1 ആയിട്ട് നമുക്ക് എടുക്കാം. സോ IP എന്ന് പറയുന്നത് 50 ആംപിയർ ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് സെക്കൻഡ് ആസ് ഓപ്ഷൻ ആസ് ദി ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 42. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. അതോടൊപ്പം തന്നെ
ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. So we can go with the question number 43. The primary windings of a transformer that is given as is equal to 500 and a secondary that is 5000. The primary is connected to an AC supply of a 20 volt 50 hertz. The secondary will have an output of, നമുക്കറിയാം വി എസ് ബൈ വി പി എന്ന് പറയുന്നത് എൻ എസ് ബൈ എൻ ബി ആയിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വി എസ് എന്ന് പറയുന്നത് വി പി ഇൻറ്റു എൻ എസ് ഡിവിഷൻ ബൈ എൻ ബി. So that is equal to VP. VP is nothing but equal to 20 into that 5000, that division by that 500. So cancel. So it becomes a 10. So that is equal to VS എന്ന് പറയുന്നത് 200 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓർക്കുക, ഫ്രീക്വൻസി ഓഫ് ദ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ദ വേവിന് വ്യത്യാസം വരുന്നില്ല എന്നുള്ള കാര്യവും മറക്കരുത്. സോ വി ക്യാൻ ടേക്ക് ഡി, ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. So we can go with the 44th question, the last question for AC. Eddy currents are produced when? So that will happen only when that ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു തിക്ക് കണ്ടക്ടർ ഇരിക്കുമ്പോഴാണ് ആ കണ്ടക്ടറിൽ എഡ്ഡി കറൻസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ദ മോർ കറക്റ്റ് ആൻസർ ബിക്കം ദ ഫസ്റ്റ് ഓപ്ഷൻ. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ എ സി വരെയുള്ള ചാപ്റ്ററിൻ്റെ 33 years of questions നമ്മൾ കണ്ടു കഴിഞ്ഞു. So try to do more MCQs and you can gain more rank for the coming entrance exam. Take care. God bless you.